ഹലോ കൂട്ടുകാരെ, തനി രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് പാസ്ത എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ കുറച്ച് സവാളയും ക്യാരറ്റും ക്യാപ്സിക്കവും പിന്നെ കുറച്ച് ഗാർലിക്കും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇതിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവേ. വെളുത്തുള്ളി സോട്ടായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. ഇനി നമുക്കിതിലോട്ട് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. മൈദപ്പൊടി ചെറുതായിട്ട് കട്ട ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സോസൊക്കെ ഏകദേശം കട്ടയൊക്കെ പോയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോസിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കസൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ശേഷം നമ്മുടെ വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതായത് സവാള, ക്യാപ്സിക്കം, ക്യാരറ്റ്. ഞാനിത് മൂന്നുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കാവേ. അപ്പോൾ ഇത് നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച പാസ്തയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാസ്തയൊക്കെ ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാവേ. അപ്പോൾ ഇതേ നമ്മുടെ ക്രീമി വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ എന്നോട് പറയാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലെ മറ്റൊരു ഡിഷുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാവേ. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.